ഹലോ എക്സാമിനർ പ്ലസ് ടു ഫാമിലി. ഇപ്പോൾ മക്കളെ നിങ്ങളെല്ലാവരും പ്ലസ് ടുവിലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി പറയാനും മക്കളെ, നമ്മുടെ എക്സാമിനറിനെ പ്ലസ് ടു ഉയരേ ബാച്ചും വേദ ബാച്ചും നമ്മളെന്താണ് ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഉയരേ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കാൻ പോകുന്ന ഏപ്രിൽ 22 അപ്പോൾ എല്ലാവരും ഉണ്ടായിരിക്കണം. അതേസമയം പ്ലസ് ടു വേദ നീറ്റ് ബാച്ചിന് നടക്കാൻ പോകുന്ന ഏപ്രിൽ 27 വേദ കീം ബാച്ചിൻ്റെ പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും മക്കളെ. അപ്പം ഈ ഓറിയൻറ്റേഷൻസ് ഒക്കെ പബ്ലിക് ലൈവ് ആയിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാം. ജോയിൻ ചെയ്തവർ തീർച്ചയായിട്ടും മാൻഡേറ്ററിലി അറ്റൻഡ് ചെയ്തിരിക്കണം. ജോയിൻ ചെയ്യാത്തവർക്ക് എന്തൊക്കെയാണ് ബാച്ചിൽ കിട്ടുക, എന്തൊക്കെയാണ് ഈ വർഷത്തെ പുതിയ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പിന്നീട് നിങ്ങൾക്ക് ചിന്തിക്കാം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കണം. 22 27 ആയിരിക്കും ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്ലസ് ടു ഫിസിക്സിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പ്ലസ് വൺ ഫിസിക്സിനെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്, ടഫാണോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആണോ, പഠിക്കാൻ കൂടുതലുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, എത്ര ചാപ്റ്റേഴ്സാണ് പ്ലസ് ടുവിൽ പഠിക്കാനുള്ളത്? പ്ലസ് ടുവിൽ പഠിക്കാനുള്ളത് പ്ലസ് വൺ പോലെ തന്നെ 14 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, 14 ചാപ്റ്റേഴ്സാണ്, സെയിം ആണ്. പ്ലസ് വണ്ണിൽ 14 ഇവിടെയും 14 തന്നെയാണ്. ഇനി ചാപ്റ്ററിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, അതിൻ്റെ വെയിറ്റേജ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിലൊന്നും വലിയ അർത്ഥം നമുക്ക് ഇപ്പോൾ ഇല്ല. അതൊക്കെ പഠിച്ചു കഴിഞ്ഞ് പരീക്ഷ ആകുമ്പോഴാണ് ഈ വെയിറ്റേജിലൊക്കെ അർത്ഥമുള്ളൂ. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, പ്ലസ് ടു ഫിസിക്സിൻ്റെ ഒരു പ്രത്യേകത, പ്ലസ് വൺ ഫിസിക്സിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് മാറ്റി നിർത്തുക, പിന്നീട് മോഷൻ സ്ട്രൈറ്റ് ലൈൻ, മോഷൻ 1D, മോഷൻ 2D, അതുപോലെ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ, ഫ്ലൂയിഡ്സ്, ഗ്രാവിറ്റേഷൻ, ഇതൊക്കെ മെക്കാനിക്സ് എന്ന് പറയും. അപ്പോൾ ആക്ച്വലി ഓരോ ഒബ്ജക്ട്സ് ഒക്കെ വെച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആണെങ്കിൽ ആക്ച്വലി നമുക്ക് കാണാൻ പറ്റുന്ന ബോഡീസിനുള്ള പ്രോപ്പർട്ടീസ് ആണെന്നൊക്കെ. ഗ്രാവിറ്റേഷൻ ആയിക്കോട്ടെ, ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അതിനുശേഷമുള്ള സോളിഡ്സ് എന്താണ് മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നീട് തെർമോഡൈനാമിക്സ് ആയിരുന്നു, അതും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു, കുറച്ച് വെറുപ്പിക്കലാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, ഇങ്ങനെയായിരുന്നു പ്ലസ് വണ്ണിൽ അല്ലേ. ഓർമ്മിക്കാൻ ഇഷ്ടമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ പറയുകയാണ് ഇതൊക്കെ ആയിരുന്നുണ്ട്. പ്ലസ് ടുവിൽ ഇതൊന്നുമില്ല. ബേസിക്കലി പ്ലസ് ടുവിൽ എന്താണ്, പ്ലസ് വൺ അതിൻ്റെ ഒരു കണക്ഷൻ ഇല്ല. പ്ലസ് ടുവിൽ വേറെ തന്നെ കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പ്ലസ് ടുവിൽ നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേര് നോക്കിയാൽ മനസ്സിലായി, ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇലക്ട്രിസിറ്റി ആണ്. ബേസിക്കലി ഇതിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് വിളിക്കും. ഇലക്ട്രിസിറ്റിയും മാഗ്നറ്റിസവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിസം. അപ്പോൾ കംപ്ലീറ്റ് അതായിരിക്കും, ചാർജ്, ഇലക്ട്രിക് ഫീൽഡ്, കൂളുംസ് ലോ, അങ്ങനത്തെ കുറേ പൊട്ടൻഷ്യൽ, കപ്പാസിറ്റേഴ്സ്. ബേസിക്കലി ഇൻട്രസ്റ്റിംഗ് ആണോ ആ ഒരു സെൻസിൽ നോക്കുകയാണെങ്കിൽ പ്ലസ് വണ്ണിനെക്കാളും കുറച്ചുകൂടി ബോറിംഗ് ആയിരിക്കും, കുറച്ചുകൂടി ഡള്ളായിരിക്കും ഇതിൻ്റെ ടോപ്പിക്സ്. അപ്പോൾ പഠിക്കാൻ കുറച്ചും കൂടി ആ ഒരു കാരണം കൊണ്ട് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഇമാജിൻ ചെയ്യാൻ അത്രത്തോളം പറ്റില്ല. നിങ്ങൾക്കത് എന്താണ് റിയൽ ലൈഫിൽ നിങ്ങളൊന്നും കാണാൻ പോകുന്നില്ല. ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ റിയൽ ലൈഫിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ കാണാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമാജിനറി കോൺസെപ്റ്റൊക്കെ വെച്ചിട്ടുള്ള ചാപ്റ്റേഴ്സാണ് മിക്കതും. ഇത് കഴിഞ്ഞിട്ട് ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. റേ ഒപ്റ്റിക്സ്, ഇവിടെ ഒപ്റ്റിക്സ് എത്തി. പിന്നെ ഇതിനെ മോഡേൺ ഫിസിക്സ് എന്ന് പറയും. അപ്പോൾ അവിടെയും ആറ്റംസ് എന്താണ്, ന്യൂക്ലിയസ് എന്താണ്, അതിൻ്റെ കാര്യങ്ങൾ, ന്യൂക്ലിയർ എനർജി കുറേ കാര്യങ്ങളുണ്ട്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ മോഡേൺ ഫിസിക്സ് ആണ്. അവിടെയും നിങ്ങൾക്ക് കാര്യമായിട്ട് ഇമാജിൻ ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാപ്റ്ററിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ ഡള്ളാണ്. പക്ഷേ എന്നാൽ എന്താണ്, ഒരിക്കലും എന്താണ് പൊട്ട ചാപ്റ്റേഴ്സ്, ബോർഡിങ് ചാപ്റ്റേഴ്സ് അങ്ങനെയൊന്നും പറയാനില്ല. പക്ഷേ പ്ലസ് വൺ കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇമാജിനൊക്കെ ചെയ്യാനും കണക്ട് ചെയ്യാനും കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് ഇടേണ്ടി വരും പ്ലസ് ടുവിലെ ഫിസിക്സ് പഠിച്ചെടുക്കാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ കാര്യം, സാർ ടഫാണോ, കൂടുതൽ പഠിക്കാനുണ്ടോ, അല്ലെങ്കിൽ കൂടുതൽ ഡെറിവേഷൻസ് ഒക്കെ കൂടുതലുണ്ടോ, കുറച്ചുകൂടി മാത്തമാറ്റിക്കലാണോ? അതിനുള്ള ആൻസറും കുറച്ചും കൂടിയാണ്. പ്ലസ് വണ്ണിനേക്കാളും കുറച്ചും കൂടി മാത്തമാറ്റിക്സ് ഇതിലുണ്ട്, കുറച്ചും കൂടി ഡെറിവേഷൻസ് ഉണ്ട്, കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് അതിൻ്റെ ഫോർമുലയും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ ആണ്. പരീക്ഷ ഒബ്വിയസ്ലി കഴിഞ്ഞ വർഷമൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ പരീക്ഷയായിരുന്നു പ്ലസ് ടു ഫിസിക്സിൻ്റെ. പക്ഷേ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി ബുദ്ധിമുട്ട് നിങ്ങൾ ഫീൽ ചെയ്യും. ഇതൊക്കെ ഞാൻ എന്തിനാ ആദ്യം തന്നെ പറയുന്നറിയോ, നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം നിങ്ങൾ വിചാരിക്കുകയാണ് ഭയങ്കര സിമ്പിളായിരിക്കും എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങൾ ആ ഒരു മൂഡിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് കുറച്ച് 5-6 ചാപ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് അങ്ങനെയൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് അവസാനം ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അവസാനം എന്താണ് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല. സാർ അയ്യോ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അങ്ങനെ ആയി മാറും. നേരത്തെ നിങ്ങൾ മനസ്സിലാക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, എഫേർട്ട് ഇട്ടാലേ ഇത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നിങ്ങളത് ചെയ്താൽ ആക്ച്വലി പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം തന്നെ സത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഭയങ്കര രസം എന്നുള്ള സംഭവമല്ല, പക്ഷേ രസമാക്കാൻ പറ്റും. നിങ്ങൾ ഉയര ബാച്ചിലൊക്കെ പഠിക്കുകയാണെങ്കിൽ മാക്സിമം രസമാക്കി തരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. ഓക്കെ, എല്ലാം ട്രൈ ചെയ്യും, നമ്മൾ മാക്സിമം ഏറ്റവും മനസ്സിലാക്കി തരാൻ ട്രൈ ചെയ്യും. അത് നന്നായിട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റും, മനസ്സിലാവുകയും ചെയ്യും, നിങ്ങൾ എൻജോയ് ചെയ്യുകയും ചെയ്യും. അത് വേറെ കാര്യം.
ഓക്കെ, പക്ഷേ ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സിൻ്റെ ഒരു സംഗതി കിടപ്പുള്ളത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കേണ്ടത് ഈ ചാപ്റ്ററൊക്കെ വെറുതെ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പോരാ, നിങ്ങൾ എപ്പോൾ തീർക്കുന്നത് നിങ്ങൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്ക് എന്താണ് 3 ചെക്ക് പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് ഓണപ്പരീക്ഷ, പിന്നെ ക്രിസ്മസ് പരീക്ഷ, പിന്നെ മോഡൽ പരീക്ഷയും പബ്ലിക് എക്സാമും. അപ്പോൾ ഈ ചെക്ക് പോയിന്റ്സിന് മുൻപ് നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ തീർക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം മിനിമം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഓണപ്പരീക്ഷയ്ക്ക് മുൻപ് മൂവിങ് ചാർജസ് 4ാമത്തെ ചാപ്റ്റർ വരെ മിനിമം നിങ്ങൾ തീർത്തിരിക്കണം. മിനിമം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, 5ാമത്തെ ചാപ്റ്റർ തീർത്തതിനും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഉയരെ ബാച്ചിലൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ 5ാമത്തെ ചാപ്റ്ററും പരീക്ഷ തീർത്തിട്ടായിരിക്കും ഓണപ്പരീക്ഷയ്ക്ക് മിനിമം. ഉയരെ ബാച്ചിന് ഇത്രയും മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ മാത്രമേ പഠിക്കുന്നുള്ളൂ, ട്യൂഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ, ഇതരെങ്കിലും പഠിച്ചിരിക്കണം. പിന്നീടുള്ളത് ക്രിസ്മസ് എക്സാമാണ്. അതിൻ്റെ മുമ്പ് 10ാമത്തെ ചാപ്റ്റർ വരെ നിങ്ങൾ തീർത്തിരിക്കണം. കാരണം അതിനുശേഷം വളരെ കുറച്ച് സമയമുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. ഇനി ഈ ചാപ്റ്റേഴ്സ് എല്ലാം ചെറുതാണ്. അവസാനത്തെ ചാപ്റ്റർ മാത്രമേ കുറച്ച് വെറുപ്പിക്കലായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ചെറിയ ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ചാപ്റ്റേഴ്സ് അവിടെ ഇട്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ മിനിമം ആണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്, അലക്സ് സാർ പറഞ്ഞു ഇത്ര മാത്രം പഠിച്ചാൽ മതി, അപ്പോൾ ഇതൊക്കെ പിന്നീട് പഠിച്ചാൽ മതി, അങ്ങനെയല്ല. ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം. അപ്പോൾ ഐഡിയൽ സിനാരിയോ എന്താ, ഇത് ഐഡിയൽ അല്ല, ഇത് മിനിമം എത്ര വേണം. ഐഡിയൽ സിനാരിയോ എന്താ, ഐഡിയൽ സിനാരിയോ നിങ്ങൾ ഓണ പരീക്ഷ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഇതും കൂടി ഇവിടെ കിട്ടെ, അതും കൂടി പഠിച്ചു തീർക്കും. ഓക്കെ, പിന്നീട് നിങ്ങൾ ക്രിസ്മസ് പരീക്ഷ ആകുമ്പോഴത്തേക്ക് 2 ചാപ്റ്ററും കൂടെ പഠിച്ചിട്ട് അവസാനം ക്രിസ്മസ് പരീക്ഷ ചെയ്യുമ്പോഴത്തേക്ക് 2 ചാപ്റ്റർ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ ആക്കിയാൽ അതാണ് ഐഡിയലി. അത് പോസിബിളുമാണ്. പോസിബിൾ ആക്കണമെങ്കിൽ നിങ്ങൾ നേരത്തെ പഠിച്ചു കൊടുക്കണം. സ്കൂളൊക്കെ തുടങ്ങി അല്ല പിന്നീട് മെല്ലെ തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്നാൽ നടക്കാൻ പോകുന്നില്ല. കാരണം സ്കൂളിലെ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ മിക്ക സ്കൂളുകളിലും, ഞാൻ ആരും കുറ്റം പറയുന്നില്ല, ഫസ്റ്റ് ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ അവർ മെല്ലെ മെല്ലെ എടുക്കും. എന്നിട്ട് അവസാനത്തെ ചാപ്റ്റർക്ക് വരുമ്പോൾ പെട്ടെന്നാവും. അപ്പം നടക്കില്ലത്. മാത്രമല്ല നിങ്ങൾക്കത് അവസാനം തീരും സിലബസ്, പക്ഷേ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, പ്രത്യേകിച്ച് അവസാന ചാപ്റ്റേഴ്സ്. പിന്നെ ഇവിടെ ഞാൻ സ്റ്റാർ ഇട്ട ചാപ്റ്റേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ 4th ചാപ്റ്റർ, 7th, 9th, 10th, പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ. ഇത് കുറച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്ന ചാപ്റ്ററാണ്. ഒന്നെങ്കിൽ ലെങ്തി ആയതുകൊണ്ട്, ചാപ്റ്റർ ഭയങ്കര കുറേ പഠിക്കാനുള്ളതുകൊണ്ട് ഈ ചാപ്റ്റർക്ക് ലെങ്തി ചാപ്റ്ററാണ്. അല്ലെങ്കിൽ ആ ചാപ്റ്റർ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. ഫോർ എക്സാമ്പിൾ വേവറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആക്ച്വലി ഡിഫിക്കൽട്ടാണ്. മിക്ക കുട്ടികൾക്ക് അത് പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ് കൂടുതൽ വരുന്ന എവിടെയാണ്, ഈ ക്രിസ്മസ് എക്സാമിൻ്റെ ആ ഒരു സമയത്താണ്, ഓണപ്പരീക്ഷ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട്, ഇതൊക്കെ സിമ്പിൾ ചാപ്റ്ററാണ്, ഇതിനൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഞാൻ എല്ലാം പഠിച്ചെടുക്കും, ഇങ്ങനെ ആ ഒരു ഭയങ്കര സുഖമല്ലേ, എല്ലാം പഠിച്ചെടുക്കും, എല്ലാം പഠിച്ചെടുത്ത് നല്ലോണം അങ്ങോട്ട് പഠിക്കാൻ നോക്കി കഴിഞ്ഞാൽ പരിപാടി നടക്കാൻ പോകുന്നില്ല. കാരണം ഇതല്ല ശരിക്കത്തെ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതൊക്കെ വേഗം പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഇതും ബുദ്ധിമുട്ടല്ല, ഇത് ലെങ്തി ആണെന്നുള്ളൂ, കുറേ ഡെറിവേഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളൂ, അല്ലാണ്ട് ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇതൊക്കെ വേഗം പഠിച്ചെടുക്കേണ്ട ചാപ്റ്റേഴ്സാണ്. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് നിങ്ങൾ ആക്ച്വലി സ്ലോ ആവേണ്ടത്. ഈ ചാപ്റ്റർ വലിയ വലിയ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ആക്ച്വലി സ്ലോ ആയിക്കോ. പക്ഷെ ആദ്യം തന്നെ നിങ്ങൾ സ്ലോ ആവാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ +2 +1 പോലെ അല്ലോ, 10ാം ക്ലാസ്സിൽ നിന്ന് +1 വരുന്ന പോലെ അല്ലോ മെല്ലെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്കൂളിലോ ട്യൂഷൻ ക്ലാസ്സിലോ നിങ്ങൾ എവിടെയാണോ അവിടെ ചിലപ്പോൾ മെല്ലെ ആയിരിക്കും പോവുക. കാരണം നിങ്ങളെ മെല്ലെ മനസ്സിലാക്കാൻ. പക്ഷേ നിങ്ങൾ അത് ചെയ്യരുത്, വലിയ മിസ്റ്റേക്ക് ആയിരിക്കും. കാരണം ഈ ചാപ്റ്റർ ആക്ച്വലി വേഗം പഠിച്ചെടുക്കാൻ പറ്റും, വേഗം പഠിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് നിങ്ങൾ സ്ലോ ആക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഒരു പ്ലാന് ബേസിക് ആയിരുന്നു ഉണ്ടാക്കുക. നിങ്ങൾ ഉയരെ ബാച്ചിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുന്ന പ്ലാൻ ഓൾറെഡി ഒരു ഇയർ ലോങ് ആയിട്ടുള്ള ഫിക്സ്ഡ് ആണ്. അതിൽ നിങ്ങളെന്താണ് ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ തീർക്കും. ഓക്കെ, ഇതൊക്കെ മിനിമം ആണ്, ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങൾ തീർത്തോളും. പക്ഷേ അത് ബാച്ചിലെ ടൈം ടേബിളിൽ തീർന്നാൽ പോരല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് പഠിച്ച് തീർക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. ഈസി ആയിട്ട് +2 നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിന് ഈ ഒരു പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ ഫിക്സ്ഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ അറിയാലോ, +2 ഉയരെ ബാച്ചും +2 വേദ നീറ്റ് ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ മാസം തന്നെയാണ്. കുറച്ചും കൂടി ദിവസങ്ങൾ മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി. ഓറിയൻറ്റേഷനിൽ എല്ലാവരും പങ്കെടുക്കുക. നമുക്ക് ഓറിയൻറ്റേഷൻ ദിവസത്തിൽ കാണാം. +2 നമുക്ക് അടിച്ച് പൊളിച്ച് പഠിക്കാം. ഓക്കെ, ബൈ മക്കളെ, ടേക്ക് കെയർ. നമുക്ക് ലൈവിൽ കാണാം.